ലോകത്തിന് എണ്ണ എന്നത് വെറുമൊരു ഇന്ധനം മാത്രമല്ല, ഒരു രാഷ്ട്രീയ ഉപകരണവും കൂടിയാണ്. അത് പലപ്പോഴായിട്ട് പല സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ അമേരിക്കയും യൂറോപ്പും വന്ന് ഇന്ത്യയോട് പറഞ്ഞത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്നും അങ്ങനെ വാങ്ങിയാൽ അത് യുദ്ധത്തിൽ റഷ്യയെ ശക്തിപ്പെടുത്തുമെന്നായിരുന്നു. പക്ഷെ ഇന്ത്യ അന്ന് വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വേണം, അതെവിടെ നിന്ന് കിട്ടുമോ അവിടെ നിന്ന് വാങ്ങും. ഇന്ന് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സത്യമുണ്ട്. അതായത് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്, യൂറോപ്പിനൊരു പ്രശ്നമുണ്ടായാൽ അത് ലോകത്തിന്റെ മൊത്തം പ്രശ്നവും, മറ്റ് രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് അതാത് രാജ്യങ്ങളുടെ പ്രശ്നവുമായി മാത്രമേ ഇവർ കാണൂ എന്നതാണ്. അല്ല, ശരിക്കും ആ പറഞ്ഞത് ശരിയല്ലേ? യൂറോപ്പിന് എന്ത് പ്രശ്നം സംഭവിച്ചാലും ഉടൻ തന്നെ ഒരു വിഭാഗം ആളുകൾ ചാടിയിറങ്ങി ഉപരോധം അല്ലെങ്കിൽ താരിഫ് വർധന എന്നൊക്കെ പറഞ്ഞ് മറ്റ് രാജ്യങ്ങളെല്ലാം പേടിപ്പിക്കും. എന്നാൽ ഈ ഇന്ത്യക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്കോ ഒരു പ്രശ്നം വന്നാൽ ഇതേ ആളുകൾ കൈമലർത്തി കാണിക്കും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് പാകിസ്ഥാന് IMF വഴി ഇവരൊക്കെ പണം കടം നൽകിയത്. അതെന്തുമാവട്ടെ, പറഞ്ഞു വന്നത് അന്ന് അമേരിക്ക ഇന്ത്യയെ പേടിപ്പിക്കാൻ നോക്കിയെങ്കിലും നമ്മൾ റഷ്യയിൽ നിന്നും വൻതോതിൽ എണ്ണ വാങ്ങി. എണ്ണ വാങ്ങിയെന്ന് മാത്രമല്ല, അതിലേറ്റവും രസകരമായ കാര്യം യൂറോപ്പിന് റഷ്യയിൽ നിന്നും നേരിട്ട് എണ്ണ വാങ്ങാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇന്ത്യ വഴി അവർക്കത് കിട്ടി. പോരാത്തതിന് തിട്ടൂരമിറക്കിയ അമേരിക്കയിലെ കമ്പനികൾ പോലും ഈ റഷ്യൻ എണ്ണ ഇന്ത്യയിൽ നിന്നും വാങ്ങി എന്നതാണ്. ഇതിനെല്ലാം ശേഷം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യയോട് പറഞ്ഞത് റഷ്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങരുത്, പ്രത്യേകിച്ച് S-400 പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ. പക്ഷെ ഇന്ത്യ അത് മൈൻഡ് പോലും ചെയ്തില്ല. S-400 ഫൈറ്റർ ജെറ്റുകൾ, മറ്റ് സൈനിക ഉപകരണങ്ങൾ ഇവയെല്ലാം റഷ്യയിൽ നിന്നും വാങ്ങി. ഈ തീരുമാനം ഇന്ത്യക്ക് ഗുണം ചെയ്തത് ഓപ്പറേഷൻ സിന്ധൂർ പോലെയുള്ള സൈനിക നടപടികളിലാണ് എന്നുള്ളത് നമ്മൾ കണ്ടതുമാണ്. ഇത് ട്രംപിനെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത്. അദ്ദേഹം ഇന്ത്യയും റഷ്യയും മരിച്ച സമ്പദ് വ്യവസ്ഥയുമായിട്ട് താഴോട്ട് പോകട്ടെ എന്നാണ് പണ്ട് ട്വിറ്ററിൽ നിന്നും പുറത്താക്കിയപ്പോൾ സ്വയം അദ്ദേഹം തന്നെ തുടങ്ങിയ ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞത്. കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% തിരുവയും അധിക പിഴയും ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇതിൽ നിന്നും ചൈനയെ ഒഴിവാക്കിയത് വളരെ നന്നായി. കുറച്ച് നാളുകൾക്ക് മുൻപ് ചൈനയ്ക്കെതിരെ വലിയ താരിഫ് യുദ്ധമാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അദ്ദേഹം പ്രഖ്യാപിക്കുന്നതിന്റെ ഇരട്ടിയായി ചൈനയും പ്രഖ്യാപിച്ചു. അവസാനം അത് ലേലം വിളി പോലെ മുന്നോട്ട് പോയി. ഒടുവിൽ ഈ പോക്ക് പോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ ട്രംപ് തന്നെ അതങ്ങോട്ട് അവസാനിപ്പിച്ചു. എന്നിട്ട് ഈ താരിഫ് വരും കാലങ്ങളിൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഒരു ഡയലോഗും അടിച്ചു. മാത്രമല്ല, ചൈനയെ അങ്ങനെയൊന്നും വെല്ലുവിളിക്കാനായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ അത്ര ധൈര്യവും കുറവാണ്. എന്തുമാവട്ടെ, എല്ലാത്തിനും ഒടുവിൽ സർവ്വസകല പിടിയും വിട്ട ട്രംപ് ഒരു പൂഴിക്കടകനാണ് ഇറക്കിയത്. അമേരിക്ക പാകിസ്ഥാൻ എണ്ണ കരാർ. അതായത് പാകിസ്ഥാനിൽ വലിയ എണ്ണ ശേഖരം കണ്ടെത്തിയെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ എണ്ണ ശേഖരിക്കാൻ അമേരിക്കൻ കമ്പനികളെ നിയോഗിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊപ്പം ഇന്ത്യയെ നൈസായിട്ട് ഒന്ന് ചൊറിയുകയും ചെയ്തു. ഒരു ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇതൊരു കളിയാക്കലാണ്. ഇന്ത്യയെ കുത്താൻ ഒരു ചെറിയ ശ്രമം. ഞങ്ങളുടെ ശത്രുരാജ്യമായ റഷ്യയിൽ നിന്നും നിങ്ങൾ എണ്ണ വാങ്ങിയാൽ നിങ്ങളുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിൽ നിന്നും നിങ്ങളെ കൊണ്ട് അമേരിക്ക എണ്ണ വാങ്ങിപ്പിക്കും എന്ന പോലെ. പക്ഷെ ഇവിടെ ഇന്ത്യയുടെ നിലപാട് വളരെ ലളിതമാണ്. ലോകത്ത് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന 3ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്നിടത്തു നിന്ന് ഇന്ത്യ അത് വാങ്ങും. അതിപ്പോൾ റഷ്യയോ പാകിസ്ഥാനോ മറ്റെവിടെ ആയാലും ഇന്ത്യ വാങ്ങും. അതിലൊരു നാണക്കേടും ഇന്ത്യക്കില്ല. അങ്ങനെ വിചാരിക്കേണ്ട കാര്യവുമില്ല. ഇനി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ അത് ഉക്രൈനെ തളർത്തുമെന്നും ഉപദ്രവിക്കുന്നതിന് മാത്രമാണ് ഇടയാക്കുക എന്നും പറഞ്ഞ അതേ അമേരിക്ക ഉക്രൈനോട് ചെയ്ത വലിയൊരു ചതിയുണ്ട്. അമേരിക്കയും യൂറോപ്പും ഉക്രൈൻ ആയുധങ്ങളും പണവും നൽകി റഷ്യക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചു. പക്ഷെ യുദ്ധം നീണ്ടപ്പോൾ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് പുറത്തു വന്നു. യുക്രൈന്റെ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിക്ക് നൽകിയ പണം തിരികെ ചോദിച്ച് അമേരിക്ക അദ്ദേഹത്തെ അപമാനിച്ചു. യുദ്ധത്തിന് പണവും ആയുധവും കൊടുത്തിട്ട് പിന്നീട് അത് തിരികെ താടോ എന്ന് പറയുന്നത് പോലെയല്ലേ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇരട്ട നീതി എന്ന് പറയുന്നത്. അതേസമയം യൂറോപ്പിന്റെ എണ്ണ വിതരണം തടസ്സപ്പെട്ടപ്പോൾ അവർ ഇന്ത്യ വഴി റഷ്യൻ എണ്ണ വാങ്ങി. ഇന്ത്യ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളുടെ യുദ്ധം നിങ്ങളുടെ മാത്രം യുദ്ധമാണ്. അത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക തന്നെ ചെയ്യും. ഇത്രയും കാലം ഈ അമേരിക്കയുടെ വാക്കും കേട്ടുകൊണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാതിരുന്നുവെങ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം എത്രത്തോളമായിരുന്നു. അന്ന് ഉക്രൈനോട് ഇന്ത്യ ചെയ്യുന്നത് ചതിയാണെന്നും റഷ്യയെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ അതേ ആളുകൾ ഉക്രൈന്റെ കുത്തിരി പിടിച്ച് പൈസ മേടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇത്രയുള്ളൂ ഇവിടെ കാര്യം. രാഷ്ട്രങ്ങൾക്ക് അവരവരുടെ അതാത് താല്പര്യങ്ങൾ പല പല സമയങ്ങളിലായിട്ട് മാറി മാറി വരും. അതൊക്കെ നോക്കി പ്രവർത്തിക്കാൻ നിന്നാൽ ഇന്ത്യക്കെന്നല്ല ലോകത്ത് ഒരു രാജ്യത്തിനും മുന്നോട്ട് പോവുക അസാധ്യമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം
ഒരു പാക്കറ്റ് ഗോതമ്പിന് വേണ്ടി ഗുസ്തി പിടിക്കുന്ന ജനങ്ങളുടെ നാട്ടിൽ ട്രംപിന്റെ നക്കാപ്പിച്ച എന്തെങ്കിലും പറ്റി മുന്നോട്ട് പോവുകയാണ് അവരുടെ ലക്ഷ്യം. അതവർ കാലങ്ങളായിട്ട് ചെയ്തു വരുന്നുമുണ്ട്. ഇതൊന്നും നോക്കേണ്ട ആവശ്യം ഇന്ത്യക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കുമില്ല. ഇനി റഷ്യയുടെ കാര്യമെടുത്താലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയും റഷ്യയും മരിച്ച സാമ്പത്തിക വ്യവസ്ഥയുമായിട്ട് താഴോട്ടു പോകട്ടെ എന്ന് പറഞ്ഞ ഇതേ ട്രംപ് പുട്ടിന് വേണ്ടി പല സ്ഥലങ്ങളിലും വാദിക്കുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിക്കാനായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് പുട്ടിന്റെ PA പറഞ്ഞത് 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കൂ ചേട്ടാ, പ്രസിഡന്റ് ഒരു മീറ്റിംഗിലായിരുന്നു എന്നാണ്. അയ്യോ കഷ്ടം. അമേരിക്കയുടെ ഈ ഭീഷണിയോ അല്ലെങ്കിൽ ഉപരോധമോ എന്നും റഷ്യയെ പൂർണ്ണമായിട്ടൊന്നും ഇല്ലാതാക്കാൻ കഴിയുന്നതല്ല. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കോട്ടങ്ങൾ തട്ടും, അതുള്ള കാര്യമാണ്. പക്ഷെ ചൈനയും ഇന്ത്യയും ഒക്കെ ഒപ്പം നിൽക്കുന്നിടത്തോളം കാലം റഷ്യയെ ഇല്ലാതാക്കാമെന്ന് ആരും വ്യാമോഹിക്കുകയും വേണ്ട. അതുകൊണ്ട് ട്രംപിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ട്രംപ് ചെയ്യട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളും ചെയ്യും, അത്ര തന്നെ. പിന്നെ ഒരു കാര്യം കൂടി, ഇന്ന് ഇതേ ഡയലോഗ് അടിച്ച ട്രംപ് നാളെ ഇത് മാറ്റി പറയില്ല എന്ന് ആര് കണ്ടു? ഇത്രയും നാളത്തെ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കിയാൽ നാളെ നേരം വെളുക്കുമ്പോൾ ഇതെല്ലാം തിരിച്ചു പറയുകയും ചെയ്യും. അതായത് ചില സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഒരു പറച്ചിലുണ്ടല്ലോ, തൽക്കാലം ഞാനത് പറയുന്നില്ല. മനസ്സിലായവർ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്.